നിങ്ങൾക്ക് കോൺഫിഡൻസ് വളരെ കുറവാണെന്ന് തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിലേക്ക് ചെല്ലുമ്പോൾ പേടി വരുന്നു, ഒരുപാട് ചിന്തകൾ വരുന്നു, ഒട്ടും കോൺഫിഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. കുറെ ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് ഒരു പ്രശ്നമില്ല, അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. എന്നാൽ വേറെ ഒരാൾ ഗ്രൂപ്പിലേക്ക് വരുന്നു അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഒട്ടും കോൺഫിഡൻസ് ഇല്ല എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. ഞാനിന്ന് നിങ്ങൾക്കൊരു വലിയ ട്രിക്കാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാരും കോൺഫിഡൻസ് ഫേക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും വേറെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഈ കോൺഫിഡൻസ് ഫേക്ക് ചെയ്യും, എന്നാൽ അത് പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. അതിന് കാരണം ഈ കോൺഫിഡൻസ് നമ്മൾ ഫേക്ക് ചെയ്യുന്ന സമയത്തും നമ്മളുടെ ഉള്ളില് നമ്മൾ വളരെ റെസ്റ്റ്ലെസ് ആയിരിക്കും. നമ്മളുടെ ഉള്ളില് നമ്മൾ ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളില് ആ പേടി എപ്പോഴും ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾക്ക് കോൺഫിഡന്റ് ആകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ നമ്മൾ ഈ വീഡിയോയുടെ പ്രധാന ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ ടൈപ്പ് വീഡിയോ, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സെൽഫ് ലവ്, ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ എന്തായാലും എന്നെ അറിയിക്കണം. കാരണം ഇതൊരു സീരീസ് ആയിട്ട് പുതിയ പുതിയ ടെക്നിക്കുകളെല്ലാം വെച്ചിട്ട് പതുക്കെ പതുക്കെ വീഡിയോ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ എത്ര പേർക്ക് ഇത് ആവശ്യമുണ്ട്, എത്ര പേർക്ക് ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് അറിയുകയാണെങ്കിൽ അതനുസരിച്ച് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഇവനൊരു ഹാർട്ട് ഇമോജി എങ്കിലും വഴി നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കേണ്ടതാണ്. നമ്മൾ അതനുസരിച്ച് ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. കുറെ ആൾക്കാരും ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ് വിചാരിക്കുന്നത് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഒരു പേടിയില്ലാതെ ആൾക്കാരോട് സംസാരിക്കുന്നതാണ് എന്നാണ്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നതിലല്ല കോൺഫിഡൻസ്, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന വാക്ക് വെച്ചല്ല ആൾക്കാർ നിങ്ങൾ അടക്കുന്നത്. നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ബോഡി മറ്റുള്ള ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഈ കാര്യം പല ആൾക്കാരും മനസ്സിലാക്കാറില്ല. ആൻഡ് ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ എത്ര തരം കോൺഫിഡന്റ് ആണെന്ന് കാണിക്കാൻ നോക്കിയാലും പലപ്പോഴും അത് പാളിപ്പോകാറുണ്ട്. അതായത് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് പുറത്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കാണിക്കുന്നതല്ല. ആദ്യം ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് യു ഷുഡ് ഫീൽ വിതിൻ യുവർ സെൽഫ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അത് ഫീൽ ചെയ്യണം. അതില്ലെങ്കിൽ എത്രയൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്നും നിങ്ങൾ ഫേക്ക് ചെയ്യാൻ നോക്കുകയാണെന്നും മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇയാൾക്ക് എന്നോട് സംസാരിക്കാൻ വലിയ താല്പര്യമില്ല എന്നുള്ളൊരു ഫീല് വരികയും അവരും നിങ്ങളുടെ എനർജി മാച്ച് ചെയ്യും. അപ്പോ അവിടെ പ്രോപ്പറായിട്ടൊരു കോൺവെർസേഷനും നടക്കില്ല, പ്രോപ്പറായിട്ടൊരു കണക്ഷനും നടക്കില്ല. ഞാൻ നിങ്ങളോട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യം ചോദിക്കട്ടെ. ആർ യു കംഫർട്ടബിൾ വിത്ത് യുവർ സെൽഫ്? നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ്? കാരണം കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് കൂടിയാണ്. അതായത് ചുറ്റും ആരും നിങ്ങളെ നോക്കാനില്ലാത്ത സമയത്തും നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് നിങ്ങളൊരു കസേരയിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും, അത് ഒറ്റയ്ക്കാണെങ്കിലും ഒരു ഗ്രൂപ്പിലാണെങ്കിലും നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങളൊരു കസേരയിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫുൾ ആയിട്ടാണോ കസേരയിൽ ഇരിക്കുന്നത്, അതോ കസേരയുടെ പകുതി മാത്രമാണോ നിങ്ങൾ ഇരിക്കുന്നത്? നിങ്ങൾ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ റെസ്റ്റ്ലെസ് ആവാറുണ്ടോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാലാട്ടാറുണ്ടോ? നിങ്ങളുടെ ബോഡി എങ്ങനെയായിരിക്കും? നിങ്ങളുടെ ബോഡി കാമായിട്ടാണോ? നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തും വേറെ ആൾക്കാരുടെ കൂടി ഇരിക്കുന്ന സമയത്തും? ഈ കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. അതായത് നിങ്ങൾ സംസാരിക്കുന്ന സമയത്തും, അതായത് നിങ്ങൾ എത്ര കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുമ്പോഴും യുവർ ബോഡി ഷോസ് ഹൗ കോൺഫിഡന്റ് യു ആർ. നിങ്ങളുടെ ബോഡിയിൽ, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അത് ബോഡിയിൽ റിഫ്ലക്ട് ആകും. അത് എപ്പോഴും ട്രെയിൻ ചെയ്യേണ്ടത് ഒരു ഗ്രൂപ്പിന്റെ മുമ്പിലിരുന്നല്ല. ആദ്യം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ്, ഇവിടെയാണ് നിങ്ങൾ വളരെ കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ റിലാക്സ്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഗ്രൂപ്പിന്റെ മുമ്പിൽ റിലാക്സ് ആവാൻ പറ്റില്ല. പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, നിങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് ആൾക്കാരിയ്ക്കുമ്പോൾ നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആണ്, റിലാക്സ്ഡ് ആണ് എന്നാണ്. പക്ഷെ ഒന്നുകൂടി ഒന്ന് ഒബ്സർവ് ചെയ്യുക, നിങ്ങൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണോ? നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന്. അങ്ങനെ ആദ്യം നിങ്ങളെ തന്നെ, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങുക. കംഫർട്ടബിൾ ആയിട്ട്, കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ തന്നെ റിലാക്സ്ഡ് ആക്കാൻ നോക്കുക. നിങ്ങളുടെ ബോഡി മൂവ്മെന്റ്സ് വളരെ ഫാസ്റ്റ് ആണെങ്കിൽ
അത് സ്ലോ ആക്കാൻ ശ്രമിക്കുക. പല സമയത്തും പല ആൾക്കാർക്കും ഒരു വെപ്രാളം ഉണ്ടാവും കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അത് ചിലപ്പോൾ നമ്മൾ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ശ്രദ്ധിച്ച് സ്ലോ ആക്കി ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇവിടെയാണ് കോൺഫിഡൻസ് ഉണ്ടാവുന്നത്. ഫാസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സിലല്ല കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര സ്ലോ ആയിട്ട് എത്ര ശ്രദ്ധയോടെ ചെയ്യുന്നു എന്നനുസരിച്ചാണ്. അപ്പൊ നിങ്ങളുടെ ബോഡി ഒരുപാട് കാമാകും. നിങ്ങളുടെ ബോഡി കാമാകുമ്പോൾ എവ്രിതിങ് റിലാക്സ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ആൾക്കും നിങ്ങളുടെ ആ എനർജി ഫീൽ ചെയ്യാൻ തുടങ്ങും. വളരെ സൈലന്റ് ആയ മൊമെന്റിൽ പോലും നിങ്ങൾ കംഫർട്ടബിൾ ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കുക, ബോഡിയെ കാമാക്കാൻ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അത് വരുന്ന ദിവസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമില്ലേ, പലപ്പോഴും നമ്മൾ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വളരെ ഫ്രീ ആയിരിക്കും. ചിരിക്കാൻ തോന്നുമ്പോൾ നമ്മൾ ചിരിക്കും. ഇപ്പൊ ഒരു ചുമ വന്നു അല്ലെങ്കിൽ ഒരു തുമ്മൽ വന്നാൽ പോലും നമ്മൾ പിടിച്ചു നിർത്തില്ല. പക്ഷെ നമ്മളൊരു ഗ്രൂപ്പിൽ പോകുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ തുമ്മാൻ പോലും ചിലപ്പോൾ ചമ്മലായിരിക്കും. സോ നമ്മൾ ഒട്ടും നമ്മളിൽ കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും സ്പോണ്ടേനിയസ് അല്ല. നമ്മൾ പലപ്പോഴും അത് പിടിച്ചു വെക്കും, അല്ലെങ്കിൽ നമ്മൾ ചമ്മൽ കാരണം പതുക്കെ ചിലപ്പോൾ ചുമക്കില്ല അല്ലെങ്കിൽ തുമ്മില്ല, അല്ലെങ്കിൽ നമുക്ക് പറയേണ്ട കാര്യം നമ്മൾ പറയാതിരിക്കും. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒട്ടും കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ എനർജി നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് മനസ്സിലാകും. അവർക്ക് മനസ്സിലാകും, ഓക്കെ, ഇയാളുടെ കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ ഇയാൾക്ക് ഇവിടെ ഇരിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു ഫീൽ അവർക്ക് വരും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. സോ സ്പോണ്ടേനിയസ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ടിന്റെ അടുത്ത് എത്ര കംഫർട്ടബിൾ ആണോ അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ കംഫർട്ടബിൾ ആകുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെൻ യുവർ ബോഡി ഈസ് നോട്ട് കംഫർട്ടബിൾ, വെൻ യു ആർ നോട്ട് റിലാക്സ്, നമ്മൾ എത്ര ഫേക്ക് ചെയ്യാൻ ശ്രമിച്ചാലും അതിന് കാര്യവുമില്ല. ആൻഡ് ഒരുപാട് ആൾക്കാർക്കും പേടി എന്നുള്ളത് അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുക എന്നുള്ളത് ചെറുപ്പം മുതലുള്ള ഒരു ശീലമായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് നിർത്തുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യവുമായിരിക്കില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങളോട് ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം, നിങ്ങൾ അധികം വൈകിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഇത് ട്രെയിൻ ചെയ്ത് മാറ്റാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് നാൾ നിങ്ങൾ നീട്ടിവെക്കും തോറും നമ്മുടെ ഈ പേടി എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളെ ഒരു സൈക്കോളജിസ്റ്റിന് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യവുമാണ്. ബിക്കോസ് അത് നിങ്ങളുടെ ടൈം സേവ് ചെയ്യും, അത് നിങ്ങളുടെ ലൈഫ് സേവ് ചെയ്യും. അല്ലെങ്കിൽ എന്താ പറ്റാന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട അവസ്ഥയും വരും. സോ മനസ്സിലാക്കുക, ഒരു ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് നിങ്ങളെ ആദ്യം ട്രെയിൻ ചെയ്യാതെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആരും നിങ്ങളെ കാണാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ്, എത്ര കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഇരിക്കാൻ പറ്റും, എത്ര കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് പെരുമാറാൻ പറ്റും എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ നിങ്ങളോട് എങ്ങനെ സംസാരിക്കുന്നു എന്ന് ഒബ്സർവ് ചെയ്യുക. ആൻഡ് വരുന്ന ദിവസങ്ങളിൽ ഉറപ്പായിട്ട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും. നമ്മുടെ ബോഡി നമ്മൾക്ക് എങ്ങനെ കാം ചെയ്യാം, നമുക്ക് എങ്ങനെ കംഫർട്ടബിൾ ആകാം എന്നുള്ളതെല്ലാം ഞാൻ വരുന്ന ദിവസം സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ അടുത്ത് ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഞാനൊരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് ഫിൽ ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.